ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കാണ്. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. ദ ഐഡിയ ഓഫ് ഡെവലപ്മെൻറ്റ് ഓർ പ്രോഗ്രസ് ഹാസ് ഓൾവേസ് ബീൻ വിത്ത് അസ്. അതായത് ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്തുണ്ട് നമ്മുടെ മുന്നിൽ. ആദ്യം തന്നെ മനുഷ്യരുടെ മനസ്സിൽ എന്തുണ്ട്, ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ ആണ്. ഓക്കെ, വികസനം അല്ലെങ്കിൽ പുരോഗതി എന്ന ആശയം മനുഷ്യരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. മനുഷ്യൻ ആദ്യം മുതൽ തന്നെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരുന്നിരുന്നു. ദെൻ വി ഹാവ് ആസ്പിരേഷൻസ് ഓർ ഡിസയേഴ്സ് അബൌട്ട് വാട്ട് വി വുഡ് ലൈക്ക് ടു ഡു ആൻഡ് ഹൗ വി വുഡ് ലൈക്ക് ടു ലീവ്. ഓരോ മനുഷ്യനും എങ്ങനെ ജീവിക്കണം എന്ന്, അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്യണം, എങ്ങനെയുള്ള ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഓരോരുത്തർക്കും സ്വപ്നങ്ങളുണ്ട്. സിമിലർലി അതുപോലെ തന്നെ വി ഹാവ് ഐഡിയ അബൌട്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, അബൌട്ട് വാട്ട് എ കൺട്രി ഷുഡ് ബി ലൈക്ക്, ഒരു രാജ്യം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും പൗരന്മാർക്ക് വ്യക്തമായ ധാരണകളുണ്ട്. ഉദാഹരണം, നല്ല വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, തൊഴിലവസരങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ധാരണയൊക്കെ ഉണ്ട്. ദെൻ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണത്? വാട്ട് ആർ എസെൻഷ്യൽ തിങ്സ് ദാറ്റ് വി റിക്വയർ, എന്തൊക്കെയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ട എസെൻഷ്യൽ തിങ്സ്, അല്ലെങ്കിൽ ജീവിതത്തിന് ആവശ്യമായ ബേസിക് നീഡ്സ് എന്തൊക്കെയാണെന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഏതാണ് അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ്സ്? ഭക്ഷണം വേണം, വസ്ത്രം വേണം, താമസം വേണം, വിദ്യാഭ്യാസം വേണം, ആരോഗ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ലൈഫ് ബി ബെറ്റർ ഫോർ ഓൾ, എന്താണ് സമൂഹത്തിൽ എല്ലാവർക്കും നല്ല ജീവിതം സാധ്യമാകുമോ എന്നതാണ് ഈ ചോദ്യം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നിങ്ങളോട് ഓർത്ത് വെച്ചോളൂ, എന്താണ്? ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ആശയം, ഇൻക്ലൂസീവ് ഡെവലപ്മെൻ്റ് എന്ന ആശയമാണ് ഈ ചോദ്യത്തിൻ്റെ അടിസ്ഥാനം. ദെൻ ഹൗ ഷുഡ് പീപ്പിൾ ലീവ് ടുഗദർ, സമൂഹത്തിലെ ആളുകൾ തമ്മിൽ സമാധാനത്തോടെയും സഹകരണത്തോടെയും എങ്ങനെ ജീവിക്കണം എന്ന ചിന്തയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്യാൻ ദർ ബി മോർ ഈക്വാലിറ്റി, സമൂഹത്തിൽ ഈക്വാലിറ്റി, സമത്വം കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ സമത്വങ്ങളാണ്? ഇൻകം, ഓപ്പർച്യൂണിറ്റി, പിന്നെ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇനീക്വാലിറ്റീസിനെ എന്ത് ചെയ്യുക, കുറയ്ക്കുക എന്നതാണ്. ദെൻ നമ്മളിനി പറയുകയാണ് ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ്, ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളെയാണ് ഇൻവോൾവ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഡെവലപ്മെൻറ്റ് ഇൻവോൾവ് തിങ്കിങ് അബൌട്ട് ദീസ് ക്വസ്റ്റ്യൻസ്, ഈ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതൊക്കെയാണ് ഡെവലപ്മെൻറ്റ്. അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഈ ലക്ഷ്യങ്ങൾ നേടാൻ എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ദിസ് ഈസ് എ കോംപ്ലക്സ് ടാസ്ക്, ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണ്. ആൻഡ് ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ഷാൾ മേക്ക് എ ബിഗിനിങ് അറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാനുള്ള ഒരു ഘട്ടം, ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ആണ്. യു വിൽ ലേൺ മോർ അബൌട്ട് ദീസ് ഇഷ്യൂസ് ഇൻ ഗ്രേറ്റർ ഡെപ്ത് ഇൻ ഹയർ ക്ലാസ്സസ്. വലിയ മുതിർന്ന ക്ലാസ്സുകളിലെത്തുമ്പോൾ നമ്മളിത് വീണ്ടും കൂടുതലായിട്ട് പഠിക്കും. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എക്കണോമിക്സ് മാത്രമൊന്നുമല്ല, ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിക്കുമ്പോഴും കിട്ടും എന്നാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ നെക്സ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ വേ വി ലീവ് ടുഡേ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി പാസ്റ്റ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന രീതിയെ പാസ്റ്റ് ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ഭൂതകാലം, ചരിത്ര സംഭവങ്ങൾ വികസനത്തെ ബാധിക്കുന്നു. സോ വി ക്യാൻ ഡിസയർ ചേഞ്ചസ്. We can desire for changes without being aware of this. In the same way, it is only through a democratic political process that these hopes and possibilities can be achieved in a real life. ഭൂതകാലത്തെക്കുറിച്ച് അറിവില്ലാതെ ഒരു ചേഞ്ച് നമുക്ക് ആഗ്രഹിക്കാനായിട്ട് കഴിയില്ല. ഇത്തരത്തിലുള്ള വികസന ലക്ഷ്യങ്ങൾ റിയൽ ലൈഫിൽ നേടാൻ കഴിയുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പ്രോസസ്സ് വഴിയാണ്. ഓർത്ത് വയ്ക്കുക, ഇത്തരത്തിലുള്ള വികസന ലക്ഷ്യങ്ങൾ നമുക്ക് നേടാൻ കഴിയുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പ്രോസസ്സ് വഴിയാണ്. ജനാധിപത്യമാണ് വികസനത്തിൻ്റെ അടിസ്ഥാന ശക്തി. അപ്പോൾ എന്താണ് വികസനത്തിൻ്റെ അടിസ്ഥാന ശക്തി? അത് ജനാധിപത്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്നതാണ് വികസനത്തിൻ്റെ ശക്തിയായിട്ട് നമ്മൾ, അടിസ്ഥാന ശക്തിയായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എക്സാമിന് പഠിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. CBSE എക്സാമിന്. അതിൽ ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ്. വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്?
ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഏറ്റവും സ്മോളസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ വളർച്ചയുടെ കൂടെ കുറച്ച് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളും വരുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുക? ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ചസ്. വികസനവും ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുമാണ് എന്ത്? വികസനം. വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിയെടുക്കുക. ഇറ്റ് റെഫേഴ്സ് ടു, ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ ദി മോണിറ്ററി ഗ്രോത്ത് ഓഫ് എ നേഷൻ. ഓക്കെ, it refers to the increase in the monetary growth of a nation in a particular period. It refers to the overall development of the quality of life in a nation, which include economic growth. Economic growth കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ഡെഫിനേഷൻ ഒരിക്കൽ കൂടെ പറയാം. What is development? It refers to the increase in the monetary growth of a nation in a particular period. It refers to the overall development of the quality of life in a nation, which include economic growth. Okay, നമുക്ക് ഈ ചാപ്റ്റർ, ദ എൻറ്റയർ ചാപ്റ്ററിനെ നമുക്കൊരു മൈൻഡ് മാപ്പിലേക്ക് കൊണ്ടുവരാം. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന് വളരെ ഈസിയാണ് കേട്ടോ പഠിക്കാൻ. ഈ ചാപ്റ്റർ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചോദിക്കാറും ഉള്ളതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് ഡെവലപ്മെൻറ്റിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഈ 3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ദാറ്റ് ഈസ്, നിങ്ങൾക്ക് എന്തെഴുതാം? പ്രിൻസിപ്പിൾസ്. അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പീപ്പിൾസുമായിട്ട് വികസനം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് എഴുതുക. എന്താണ്? പ്രിൻസിപ്പിൾസ്. ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ഗോൾ, അതൊക്കെയാണ് പ്രിൻസിപ്പിൾ. ഈ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇതിനകത്ത് വരുന്നതാണ് എന്ത്? ഇതിൻ്റെ ഓരോ ഹെഡിങ് ആണ്. ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ഗോൾ. എഴുതിക്കോളൂ. ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ഗോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പീപ്പിൾ കോൺഫ്ലിക്റ്റിംഗ് ഗോൾ. ഡിഫറെൻറ്റ് പീപ്പിൾ കോൺഫ്ലിക്റ്റിംഗ് ഗോൾ. നെക്സ്റ്റ് ചാപ്റ്റർ മിക്സഡ് ഗോൾസ്. മിക്സഡ് 2 തരത്തിലുള്ള. ഇതിനകത്ത് തന്നെ നമുക്ക് അഗെയിൻ കാറ്റഗറൈസ് ചെയ്യാം 2ആയിട്ട്. മിക്സഡ് ഗോൾ വീണ്ടും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? മെറ്റീരിയൽ ഉണ്ട്, നോൺ മെറ്റീരിയൽ. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ. ഇത് ഇൻകവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരും കേട്ടോ. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ. ഇനി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നാഷണൽ ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നാഷണൽ ഡെവലപ്മെൻറ്റ്. എഴുതിക്കോളൂ. നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നാഷണൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ആവറേജ് ഇൻകം. അതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർ ക്യാപിറ്റ ഇൻകം, PCI, പെർ ക്യാപിറ്റ ഇൻകം. നെക്സ്റ്റ് ആവറേജ് ഇൻകം കഴിഞ്ഞിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് നമുക്കുള്ളത് ഇൻകം അതർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് പബ്ലിക് ഫെസിലിറ്റി. ഓക്കെ, പബ്ലിക് ഫെസിലിറ്റി. ലാസ്റ്റ് നമ്മൾ ഇത് എൻറ്റയർ ചാപ്റ്ററിനെ നമ്മളൊന്ന് ക്രോഡീകരിക്കുന്നതാണ്. ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ ഈ ചാപ്റ്ററിൽ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ ആണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? നിങ്ങൾക്കത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമുക്ക് 2 കാര്യങ്ങളേ ഉള്ളൂ. റിസോഴ്സ്. ഈ റിസോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? റിന്യൂവബിൾ റിസോഴ്സ്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സ്.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നോക്കി വയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഐഡിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ഗോൾ, ഡിഫറെൻറ്റ് പീപ്പിൾ, കോൺഫ്ലിക്റ്റിംഗ് ഗോൾ, മിക്സഡ് ഗോൾസ്, അഗെയിൻ കാറ്റഗറൈസ്ഡ് ഇൻ ടു മെറ്റീരിയൽ, നോൺ മെറ്റീരിയൽ. സെക്കൻഡ് വൺ നാഷണൽ ഡെവലപ്മെൻറ്റ്, ആവറേജ് ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. നെക്സ്റ്റ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ദെൻ അതർ ഫാക്ടേഴ്സ് ഓർ പാരാമീറ്റേഴ്സ്, പബ്ലിക് ഫെസിലിറ്റി. ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിസോഴ്സാണ്. റിസോഴ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് റിന്യൂവബിൾ റിസോഴ്സ് എന്നും നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്നുമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് എന്താണ്? വാട്ട് ഡെവലപ്മെൻറ്റ് പ്രോമിസസ്, അതായത് ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് ഗോൾ. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഓരോ വ്യക്തികളുടെയും ഗോളുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, വ്യത്യസ്ത ആളുകൾക്ക് വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പുരോഗതി എന്താണ് അർത്ഥമാക്കുന്നത്? ഓരോ ആളുകളുടെ കാഴ്ചപ്പാടിലും അവരവരുടെ പുരോഗതി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ കാറ്റഗറി ആൾക്കാരുടെയും പുരോഗതി എന്താണ്, അല്ലെങ്കിൽ അവരുടെ വികസനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓരോ വ്യക്തിക്കും അവരുടെ സ്വന്തം ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് കണ്ടെത്താനുണ്ട്, കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ട്രൈ ടു കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. യു ക്യാൻ ഓൾസോ ആഡ് എനി അതർ കാറ്റഗറി ടു പേഴ്സൺ. നമുക്കിവിടെ മറ്റുള്ള കാറ്റഗറിയും കൂടെ ആഡ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് നമ്മുടെ കാറ്റഗറി എന്താണ്? കാറ്റഗറി ഓഫ് പേഴ്സൺ ആണ്. കാറ്റഗറി ഓഫ് പേഴ്സൺ. ഇവിടെ നോക്കുക, കാറ്റഗറി ഡെവലപ്മെൻറ്റൽ ഗോൾ. ഓരോ കാറ്റഗറിയിലും പെട്ട ആളുകൾ അവരുടെ ഡെവലപ്മെൻറ്റിൽ ഗോളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് ലാൻഡ്ലെസ് റൂറൽ ലേബേഴ്സ് ആണ്. ലാൻഡ് ഇല്ലാത്ത ഒരു ഗ്രാമീണ തൊഴിലാളി, ലേബറർ. ഓക്കെ, ഭൂമിയില്ലാത്ത ഗ്രാമീണ തൊഴിലാളികളുടെ ഡെവലപ്മെൻറ്റ് എന്നത് എന്താണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണത്? അവർക്ക് കൂടുതലായിട്ട് ആഗ്രഹം എന്തൊക്കെയാണ്? അവർക്ക് ഭൂമിയില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹം എന്താണ്? മോർ ഡേ ഫോർ വർക്ക്, കൂടുതൽ ദിവസം ജോലി ചെയ്യാനായിട്ട് കിട്ടണം. അപ്പോൾ കൂടുതൽ ശമ്പളം കിട്ടും അവർക്ക്, അല്ലേ? അപ്പോൾ അവർക്ക് ബെറ്റർ വേജ് കിട്ടും. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അടുത്തൊക്കെ നല്ല നല്ല സ്കൂളുകൾ ഉണ്ടെങ്കിൽ സ്കൂൾ ഈസ് ഏബിൾ ടു പ്രൊവൈഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ദെയർ ചിൽഡ്രൻ. ദർ ഈസ് നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ ഇറ്റ് ആൻഡ് ദേ ടു ക്യാൻ ബിക്കം ലീഡേഴ്സ് ഇൻ ദ വില്ലേജ്. ഭൂമിയില്ലാത്ത ഗ്രാമീണ തൊഴിലാളികളുടെ വികസനം എന്നത് കൂടുതൽ ദിവസം അവർക്ക് ജോലി കിട്ടുക, നല്ല വേജ്, കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ, പിന്നെ സാമൂഹിക വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ജീവിതം എന്നിവയാണിത് സൂചിപ്പിക്കുന്നത്. നമുക്ക് രണ്ടാമത്തേത് നോക്കാം. പ്രോസ്പെറസ് ഫാർമേഴ്സ് ഫ്രം പഞ്ചാബ്. പഞ്ചാബിലുള്ള വളരെ ധനികനായിട്ടുള്ള ഒരു കർഷകൻ. നമുക്കറിയാം ഗ്രീൻ റെവല്യൂഷൻ്റെ ഫസ്റ്റ് ഫേസൊക്കെ പഞ്ചാബിനൊക്കെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെയുള്ള കൃഷിക്കാരൊക്കെ വളരെ പൈസക്കാരാണ്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ എന്താണ്? അഷയുടെ ഹൈ ഫാമിലി ഇൻകം, നല്ല ഇൻകം കിട്ടുക, അല്ലേ? ഉയർന്ന ഇൻകം വേണം. പിന്നെ അവർക്ക് അവരുടെ പാടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കാനായിട്ട് അധികം പൈസ കൊടുക്കാതെ കുറേ തൊഴിലാളികളെ കിട്ടുക, ചീപ്പ് ലേബേഴ്സിനെ കിട്ടുക. പിന്നെ MSP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സപ്പോർട്ട് പ്രൈസ്, കൂടുതൽ സപ്പോർട്ട് പ്രൈസ് കിട്ടുക. കുട്ടികളെ അബ്രോഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അഷേർഡ് എ ഹൈ ഫാമിലി ഇൻകം ത്രൂ ഹയർ സപ്പോർട്ട് പ്രൈസ് ഫോർ their crops and through hard working and cheap laborers they should be able to settle their children abroad. ഇനി നെക്സ്റ്റിൽ അവർ ഫില്ല് ചെയ്തിട്ടില്ല, അത് നമുക്ക് ഫില്ല് ചെയ്യാം. ഫാർമേഴ്സ് ഹൂ ഡിപ്പെൻഡ് ഓൺലി ഓൺ റെയിൻ ഫോർ ഗ്രോവിങ് ക്രോപ്സ്. കൃഷിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന തൊഴിലാളികൾ. എന്താണത്? മഴയെ മാത്രം ആശ്രയിക്കുന്ന കർഷകർക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥിരമായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേണം. അവിടെ എഴുതിക്കോളൂ. എന്താണ്? പെർമനൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റി, അല്ലേ? പെർമനൻറ്റ്. അവർക്ക് എന്താണ്? ഒരു മഴയെ മാത്രമാണ് ആശ്രയിക്കുന്നത്. പെർമനൻറ്റ് ഇറിഗേഷൻ ഫെസിലിറ്റി. ദെൻ നെക്സ്റ്റ് എന്താണ് അവരുടെ ആഗ്രഹം? ദെൻ ക്രോപ്പ് ഇൻഷുറൻസ്, ദറ്റ് ഈസ് ക്രോപ്പ് ഇൻഷുറൻസ്. ദെൻ ഇൻകം സെക്യൂരിറ്റി, ഇൻകം സെക്യൂരിറ്റി. ദെൻ നെക്സ്റ്റ് എന്താ? ഈ പറയുന്ന ഒരു സെക്യൂരിറ്റി ഫ്രം, അല്ലെങ്കിൽ അവർക്ക് എന്ത് കിട്ടണം? ഇൻഷുറൻസ്, ഈ കാലാവസ്ഥയുടെ അപകടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇൻഷുറൻസ്, അതുകൂടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. എ റൂറൽ വുമൺ ഫ്രം ലാൻഡ് ഓവിങ് ഫാമിലി. സ്വന്തമായിട്ട് ഭൂമിയുള്ള ഒരു ഗ്രാമീണ സ്ത്രീ. അവരുടെ ലക്ഷ്യം എന്താണ്? അവരെ സംബന്ധിച്ച് കുടുംബം നന്നായിട്ട് നോക്കുക, അല്ലെങ്കിൽ കുടുംബങ്ങളിലെ തീരുമാനങ്ങൾ എടുക്കുന്നിടത്തൊരു
ഈക്വൽ റോള് കിട്ടുക അല്ലേ. നമ്മുടെ വീട്ടിലൊരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ എനിക്കും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവർക്കും കൂടെ ഒരു പാർട്ടിസിപ്പേഷൻ കിട്ടുക. ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റാണ്, ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. പിന്നെ മക്കളെ നന്നായിട്ട് നോക്കുക, കുടുംബം ഫാമിലി നന്നായിട്ട് ചെയ്യുക. പിന്നെന്താ, എഡ്യൂക്കേഷൻ. പിന്നെന്താണ്, നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അവിടെ അതും കൂടെ എഴുതി ചേർത്തോളൂ. ഇനി അർബൻ അൺഎംപ്ലോയിഡ് യൂത്ത്, അർബൻ അൺഎംപ്ലോയിഡ് യൂത്ത്, നഗരത്തിലെ തൊഴിൽരഹിത യുവാവിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ്. തീർച്ചയായിട്ടും അവർക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഒരു പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പെർമനൻറ്റ് ജോബ്, ഒരു ജോബ് അവർക്ക് എന്തായാലും ആവശ്യമാണ്, ജോബ്. ഇനി പെർമനൻറ്റ് ഇൻകം മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം. സ്കിൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, നല്ല സാലറി. പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഇവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എ ബോയ് ഫ്രം റിച്ച് അർബൻ അർബൻ അൺഎംപ്ലോയിഡ് യൂത്തിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, എ ബോയ് ഫ്രം റിച്ച് അർബൻ ഫാമിലി. റിച്ച് അർബൻ ഫാമിലിയിലുള്ള ഒരു ബോയുടെ കാര്യം എന്തൊക്കെയായിരിക്കും? അവൻ്റെ ഏറ്റവും നല്ല ആഗ്രഹം എന്താണ്? ഗുഡ് എഡ്യൂക്കേഷൻ, ഗുഡ് എഡ്യൂക്കേഷൻ. പിന്നെ മോഡേൺ ഫെസിലിറ്റീസ് അല്ലേ, നല്ല നല്ല ലൈഫ് സ്റ്റൈല്, മോഡേൺ ഫെസിലിറ്റീസ്, ബെറ്റർ ലൈഫ് സ്റ്റൈല്. പിന്നെ നല്ല ബെറ്റർ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇനി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഹയർ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതൊക്കെ അവരുടേതായിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗേൾ ഫ്രം റിച്ച് അർബൻ ഫാമിലി, റിച്ച് അർബൻ ഫാമിലിയിലുള്ള ഒരു ഗേളിൻ്റെ അതെന്താണ്? ഷീ ഗെറ്റ് ആസ് മച്ച് ഫ്രീഡം ആസ് ഹെർ ബ്രദർ, അവൾക്ക് അവളുടെ സഹോദരനെ പോലെ ഫ്രീഡം കിട്ടണം. ആൻഡ് ഈസ് ഏബിൾ ടു ഡിസൈഡ് വാട്ട് ഷീ വാണ്ട് ടു ഡു ഇൻ ലൈഫ്, എന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവരുടെ ജീവിതത്തിൽ, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയുക. പിന്നെന്താ, ഹയർ സ്റ്റഡീസ് അബ്രോഡ്, ജെൻഡർ ഈക്വാലിറ്റി, ഇതൊക്കെ അവളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ആദിവാസി ഫ്രം നർമ്മദ വാലി, ഒരു ആദിവാസിയുടെ കാര്യം പറയാണ് ഇവിടെ, നർമ്മദ വാലി. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത്? സത്യം പറഞ്ഞാൽ നർമ്മദ വാലിയിലെ ഒരു ആദിവാസിയുടെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവർക്ക് ബെറ്റർ ഫുഡ്, അല്ലെങ്കിൽ ഡെയിലി എന്ത് ചെയ്യണം, ഫുഡ് കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹിക്കുക അല്ലേ. ഡെയിലി ഫുഡ്, ബെറ്റർ ഷെൽട്ടർ, പിന്നെന്തൊക്കെയായിരിക്കും, മക്കൾക്ക് എഡ്യൂക്കേഷൻ, ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് വരും. ഇനി നമുക്ക് രണ്ടെണ്ണം ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയിനെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയി ഒരു ഡിഫറെൻറ്റ് കാറ്റഗറി അല്ലേ, ഇതിനകത്ത് പെടാത്തത്. അപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലോ അവരുടെ ആഗ്രഹം എന്തായിരിക്കും? പ്രൊമോഷൻ, പിന്നെന്താ, സോഷ്യൽ റെപ്യൂട്ടേഷൻ, പിന്നെന്താ, പ്രൊമോഷൻ, സോഷ്യൽ റെപ്യൂട്ടേഷൻ, ഗുഡ് സാലറി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗവൺമെൻറ് എംപ്ലോയിക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു കാര്യം എഴുതിക്കോ. ആരുടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സ്വന്തം ഐഡിയ പ്രകാരം എഴുതുക. ഒരു ഫിലിം സ്റ്റാറിൻ്റെ എഴുതാം, അങ്ങനെയാണെങ്കിൽ നല്ല നല്ല സിനിമ കിട്ടണം എന്നായിരിക്കും. പിന്നെ വേറെ എന്ത് എഴുതാം? ഒരു ഡോക്ടറുടെ എഴുതാം. ഡോക്ടറുടെ എഴുതുകയാണെങ്കിലോ നല്ല രീതിയിൽ സർവീസ് ചെയ്യുക, നല്ലൊരു ഡോക്ടറായിട്ട് മാറുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങളായിട്ട് വരുന്നത്. നിങ്ങൾ തന്നെ സ്വയം ചെയ്യുക. ഓക്കെ, പിന്നെന്താ, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഡെവലപ്മെൻറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഹാവിങ് ഫിൽഡ് ദ ടേബിൾ ലെറ്റ് us നോ എക്സാമിൻ ഇറ്റ്. എന്താണ് ഈ ഇതൊക്കെ വെച്ചിട്ട് ഈ എല്ലാവർക്കും ഡെവലപ്മെൻറ്റ് എന്നതിനെക്കുറിച്ച് ഒരു അഭിപ്രായമാണോ? അല്ലേ, നമുക്കിത് വെച്ചിട്ട് നോക്കാൻ പറ്റും. പിന്നെന്താ, ഒരേ സമൂഹത്തിൽ ജീവിച്ചാലും ഓരോ വ്യക്തിയും വ്യത്യസ്തമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഗോൾസാണ് ഉള്ളത്. ഓരോരുത്തർക്കും തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ വികസനമായിട്ട് വരുന്നത്. ചിലപ്പോൾ രണ്ട് വ്യക്തികളുടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഡെവലപ്മെൻറ്റ് ഗോൾസ് കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് എന്നുള്ളതിലേക്കാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോക്കുന്നത് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് പീപ്പിൾ ഡിഫറെൻറ്റ് ഗോൾസ്, ഇനി ഡിഫറെൻറ്റ് പീപ്പിൾ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് ആണ് കേട്ടോ. അതായത് ഈ കോൺഫ്ലിക്റ്റിംഗ് ഗോൾസിൽ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റൽ ഗോൾസ് മറ്റൊരാളുടെ ഡെവലപ്മെൻറ്റൽ ഗോൾസിനെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്മെൻറ്റൽ ഗോൾസ് കൊണ്ട് മറ്റൊരാളുടെ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗോൾസിനെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വിച്ച് ആർ കോൺഫ്ലിക്റ്റിംഗ്. എ ഗേൾ എക്സ്പെക്ട്സ് ആസ് മച്ച് ഫ്രീഡം ആൻഡ് ഓപ്പർച്യൂണിറ്റി ആസ് ഹെർ ബ്രദർ ആൻഡ് ദേ ഓൾസോ ഷെയർസ് ഇൻ ഹൗസ് ഹോൾഡ് വർക്ക്സ്. ഹെർ ബ്രദർ മേ നോട്ട് ലൈക്ക് ദിസ്. അതായത്
ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തൻ്റെ സഹോദരനെ പോലെ തന്നെ ഈക്വൽ ഫ്രീഡവും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും പ്രതീക്ഷിക്കുന്നു. എന്നാൽ സഹോദരൻ എന്താ വിചാരിക്കുന്നത്? സഹോദരൻ അതിന് ഒട്ടും താല്പര്യമില്ല. അല്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാ പണികളും സഹോദരി ചെയ്യണം, എന്നാൽ സഹോദരനും കൂടെ ഹെൽപ്പ് ചെയ്യണമെന്ന് സഹോദരി ആഗ്രഹിക്കുന്നു. പക്ഷെ സഹോദരൻ എന്തില്ല, താല്പര്യമില്ല, അല്ലെങ്കിൽ അവന് പണിയെടുക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല. അതിനെ നമ്മൾ ജെൻഡർ ഈക്വാലിറ്റി എന്ന ആശയത്തെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സഹോദരന് എന്ത് ചെയ്യണമെന്നില്ല, സഹോദരന് വീട്ടിലെ പണി ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അതായത് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് ഉണ്ടാകും എന്നാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മളിനി അടുത്ത ഉദാഹരണം പറയുന്നത്, നമുക്ക് കൂടുതൽ കറണ്ട് വേണം അല്ലെങ്കിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ കൂടുതൽ ഡാം നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കും. ഇവിടെ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇവരുടെ ആകപ്പാടെയുള്ളൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് മാത്രമാണ്. ഓക്കെ, എന്നാൽ വലിയ ഡാമുകൾ നിർമ്മിക്കുമ്പോൾ ഭൂമി എന്ത് ചെയ്യും, സബ്മേർജ് ചെയ്യപ്പെടും, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ട്രൈബൽസ്, ആദിവാസീസ്, അവരുടെ ജീവിതവും ലൈവ്ലിഹുഡും ഒക്കെ എന്ത് ചെയ്യും, നഷ്ടപ്പെടും. അതുകൊണ്ട് ആദിവാസികൾക്ക് ഈ വികസനം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ വികസനം ഇഷ്ടമാകണമെന്നില്ല. കാരണം അവരുടെ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് സമാധാനമായിട്ട് ജീവിക്കുക, അവരുടെ സ്ഥലം, അവരുടെ ഒരു അല്ലെങ്കിൽ ഇപ്പം പൂർവികരായിട്ട് കിട്ടിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ ജീവിക്കുക എന്നുള്ളതൊക്കെയാണ്. അല്ലെങ്കിൽ അവിടെ സമാധാനമായിട്ട് ജീവിക്കുക, അവിടെ വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു ഡെവലപ്മെൻറ്റൽ ഗോൾസിനെ മൊത്തം ഇതെന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അവരുടെ ആഗ്രഹം ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ അല്ലെങ്കിൽ ടാങ്കുകൾ, ഇറിഗേഷൻ ഫെസിലിറ്റി എന്നിവയിലൂടെ കൃഷി മെച്ചപ്പെടുത്തുക എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഡാം വരുമ്പോഴത്തെ എന്ത് ചെയ്യും, ഇവരുടെ സ്ഥലം പോകും, ഇവർ താമസിച്ചിരുന്ന ഇവരുടെ ആ ഒരു പാരമ്പര്യം, ഇവരുടെ ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പേഴ്സൺ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റൽ ഗോൾസ്. ഓരോ വ്യക്തിക്കും വ്യത്യസ്ത ഗോളുകളുണ്ട്. ഒരാൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നഷ്ടമായിരിക്കും. ഓക്കെ, വാട്ട് മേ ബി ഡെവലപ്മെൻറ്റ് ഫോർ വൺ മേ നോട്ട് ബി ഡെവലപ്മെൻറ്റ് ഫോർ ദി അതേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താണ്, ചിലപ്പോഴത് മറ്റൊരു വിഭാഗത്തിൻ്റെ ജീവിതത്തെ എന്ത് ചെയ്യും, ഡിസ്ട്രക്റ്റീവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെൻറ്റൽ ഗോൾ എന്ന് പറയുന്ന ആശയം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് ഇൻകം ആൻഡ് അതർ ഗോൾസ് എന്നുള്ളതാണ്. ഇൻകം ആൻഡ് അതർ ഗോൾസ് എന്താണ്? നമ്മളെപ്പോഴും ഇൻകം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരുപാട് ബാക്കിയുള്ള കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം എന്താണെന്ന്. നമുക്ക് ടേബിൾ 1 പരിശോധിക്കാം. നമുക്ക് ടേബിൾ 1 നമ്മൾ ചെയ്തല്ലോ. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ ഗോളുകൾ വ്യത്യസ്തമാണ്, എന്നാൽ ഒരു ഗവൺമെൻറ് തലത്തിലിരിക്കുന്ന ആളുകളുടെ ഗോളുകൾ വ്യത്യസ്തമാണ്. റിച്ച് ആയിട്ടുള്ള ഫാർമറുടെ ഗോളുകൾ വ്യത്യസ്തമാണ്. ഇതിൻ്റെ അർത്ഥം മിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് റെഗുലർ എംപ്ലോയ്മെൻറ്റ്, നല്ല വേജ്, കൃഷിക്കും ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ നല്ലൊരു പ്രൈസ് എന്നിവയൊക്കെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ബിസൈഡ് സീക്കിംഗ് മോർ ഇൻകം വൺ വേ ഓർ ദി അതർ, പീപ്പിൾ ഓൾസോ സീക്ക് തിങ്സ് ലൈക്ക് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്. എല്ലാവർക്കും കൂടുതൽ ഇൻകം വേണമെന്നൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ ആ സമയത്ത് തന്നെ ഇൻകം മാത്രമല്ല ആളുകൾക്ക് വേണ്ടത്. ആളുകൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണത്? ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ആൻഡ് റെസ്പെക്റ്റ് ഓഫ് ദ അതേഴ്സ്. ദേ റീസൺ ഡിസ്ക്രിമിനേഷൻസ്. എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് ഇൻകം മാത്രമല്ല, അതർ ഗോൾസ് എന്ന് പറയുന്നതിൽ, മിക്സഡ് ഗോൾസ് അല്ലെങ്കിൽ ഇതർ മറ്റുള്ള ഗോൾസ് എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ദെൻ ഫ്രീഡം. നോക്കുക, ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ദെൻ ഫ്രീഡം. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? നോൺ മെറ്റീരിയൽ ഗോളിന് ഉദാഹരണങ്ങളാണ്. സെക്യൂരിറ്റി, റെസ്പെക്ട്, ഡിഗ്നിറ്റി, ലവ്, ദെൻ ലവ്. ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? ഇതൊക്കെ നോൺ മെറ്റീരിയൽ അല്ലെങ്കിൽ റാദർ ദാൻ ഇൻകം, അതിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുമാത്രമല്ല, ആളുകൾ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന കാര്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. ദർ ഇസൻറ്റ് ഡിസ്ക്രിമിനേഷൻ. ഇത് സോഷ്യൽ ജസ്റ്റിസ് എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇൻഫാക്ട് ഇൻ സം കേസ് ചില കാര്യങ്ങളിൽ എന്താണ്, ഇൻഫാക്ട് ഇൻ സം കേസസ് they may be more important than more income or more consumption, because material goods are not all that you need to live. അല്ലേ, നമുക്ക് എപ്പോഴും മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പോഴും പണം തന്നെ ജീവിക്കാൻ വേണം. പണം വേണം എങ്കിൽ കൂടി നമ്മളെ അത് മാത്രമല്ല, നമുക്ക് മറ്റുള്ള കാര്യങ്ങളും കൂടി വേണം. എന്തൊക്കെയാണത്? ചില സാഹചര്യങ്ങൾ മനുഷ്യർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ത്? ഫ്രീഡം.
ഫ്രീഡവും ഡിഗ്നിറ്റിയും. നമ്മൾക്ക് ഒരുപാട് പൈസ തരുന്നുണ്ട്, പക്ഷെ നമ്മളെ എപ്പോഴും ഒരു ഭയങ്കര താഴ്ന്ന രീതിയിൽ നമ്മളെ പുച്ഛിച്ചും പരിഹസിച്ചും ഒക്കെ ട്രീറ്റ് ചെയ്യുന്നൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഫ്രീഡം, ഡിഗ്നിറ്റി, സെക്യൂരിറ്റി എന്നിവ ഇൻകം അല്ലെങ്കിൽ കൺസംഷനേക്കാൾ പ്രധാനമായിട്ട് വരും. ഓക്കെ, ബിക്കോസ് മെറ്റീരിയൽ ഗുഡ്സ് ആർ നോട്ട് ഓൾ ദാറ്റ് യു നീഡ് ടു ലീവ്. ജീവിക്കാൻ മെറ്റീരിയൽ ഗുഡ്സ് മാത്രം മതിയല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. മണി, അതുപയോഗിച്ച് വാങ്ങുന്ന സാധനങ്ങളും ജീവിതത്തിൻ്റെ ഒരു ഫാക്ടർ മാത്രമാണ്. ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നോൺ മെറ്റീരിയൽ തിങ്, അളക്കാനാകാത്ത കാര്യങ്ങളുടെ അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ തിങ്ങിനെ കൂടെ ആശ്രയിച്ചാണ് ജീവിതം എന്ന് പറയുന്നത് ഇരിക്കുന്നത്, ആണല്ലോ. ചില കാര്യങ്ങൾ ദർ ആർ മെനി തിങ്സ് ദേ ആർ നോട്ട്, എന്താണ്, നമുക്കത് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ദെൻ ഇവിടെ എന്താണ് പറയുന്നത്, ചില കാര്യങ്ങൾ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണത്? ഫ്രണ്ട്ഷിപ്പ്, പീസ്, സെൽഫ് റെസ്പെക്റ്റ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന കാര്യം. മുന്നേ നമ്മുടെ CBSE ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെൻറ്റൽ ഗോൾസ്. എഴുതി വെച്ചോളൂ ആ ക്വസ്റ്റ്യൻസ്. വാട്ട് ആർ കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെൻറ്റൽ ഗോൾസ്? ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റീരിയൽ ഗോൾ. നോൺ മെറ്റീരിയൽ ഗോളിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതി വെക്കാം കേട്ടോ. ഈക്വൽ ട്രീറ്റ്മെൻറ്റ്, ഫ്രീഡം, സെക്യൂരിറ്റി. ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് നോൺ മെറ്റീരിയൽ ഗോൾ. ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ഇനി 3 നോൺ ഇൻകം ഗോൾ ഓഫ് ഡെവലപ്മെൻറ്റ്. നോൺ ഇൻകം ഗോൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നോൺ ഇൻകം ഗോൾ എന്ന് പറയുന്നത് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, ഫ്രീഡം ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഇതെല്ലാം നോൺ ഇൻകം ഗോളിൽ വരും. അപ്പോൾ ഇൻകം ഗോൾ എന്താണ്? മണി വരും, ഗോൾഡ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻകത്തിൽ വരും, നമ്മുടെ വെൽത്തിൽ വരും. ഓക്കെ, വൈ ഡു ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ട്രൈബൽസ് ഹാവ് എ കോൺഫ്ലിക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ഗോൾ? ഇതും ഒരിക്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്, ഇൻകം ഈസ് നോട്ട് ദി ഓൺലി ഗോൾ ഓഫ് ഡെവലപ്മെൻറ്റ്, എക്സ്പ്ലെയിൻ. ഇൻകം മാത്രമല്ല എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഇമേജിലേക്ക് നോക്കുക. ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ. ഇവിടെ പറയുന്ന കാര്യങ്ങൾ മെഷറബിളും നോൺ മെഷറബിളുമായിട്ടുള്ള ഗോൾസാണ്. മെഷറബിളും നോൺ മെഷറബിളും. നമ്മുടെ അതിൽ നമ്മൾ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എന്ന് പഠിച്ചല്ലോ, അതുപോലെ തന്നെ മെഷറബിളും നോൺ മെഷറബിളും. ഇവിടെ എന്തൊക്കെയാണ്? അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രധാനമല്ലെന്ന് നിഗമനത്തിലെത്തുന്നത് വളരെ തെറ്റാണ്. ഇറ്റ് വിൽ ബി റോങ് ടു കൺക്ലൂഡ് ദാറ്റ് വാട്ട് കെൻ നോട്ട് ബി മെഷേർഡ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അളക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പ്രധാനമല്ലെന്ന് നിഗമനത്തിലെത്തുന്നത് തെറ്റാണ്. നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരിക? നമുക്ക് എഴുതാം, നോൺ മെഷറബിൾ ഫാക്ടേഴ്സ്. പറയൂ, നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് വരുന്നത് എന്തൊക്കെയാണെന്ന് പറയൂ. ഫ്രീഡം, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഫ്രീഡം വരുന്നുണ്ട്, നമുക്ക് അളക്കാൻ പറ്റില്ല. ഡിഗ്നിറ്റി, ദെൻ സെക്യൂരിറ്റി. ഓക്കെ, ഇതൊക്കെ നോൺ മെഷറബിൾ ഫാക്ടറിൽ വരികയാണ്. ദെൻ കൺസിഡറേഷൻ, അനദർ എക്സാമ്പിൾ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ് മറ്റൊരു എക്സാമ്പിൾ? അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് കൃത്യമായിട്ട് നോക്കി പോവാം. ഇഫ് യു ഗെറ്റ് എ ജോബ് ഇൻ എ ഫാർ ഓഫ് പ്ലേസ്, നിങ്ങൾക്കൊരു ജോലി കിട്ടുകയാണ്. എവിടെയാണ്? ഫാർ ഓഫ് പ്ലേസ് ആണ്, ഇത് കുറേ ദൂരത്താണ്. ബിഫോർ ആക്സെപ്റ്റിംഗ് ഇറ്റ് യു ട്രൈ ടു കൺസിഡർ മെനി ഫാക്ടേഴ്സ്. അപ്പോൾ ഈ ജോലിക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യും. അപ്പാർട്ട് ഫ്രം ഇൻകം കൂടാതെ എന്തൊക്കെയാണത്? സച്ച് ആസ് ഫെസിലിറ്റീസ് ഫോർ യുവർ ഫാമിലി, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓർ ഓപ്പർച്യൂണിറ്റി ടു ലേൺ. ഇൻ അനദർ കേസ് എ ജോബ് മേ give you less pay but may offer a regular employment that emphasizes your sense of security. Another job, however. ഓക്കെ, ഇത് നോക്കുക. അതെന്താണ്? ദൂരെയുള്ള സ്ഥലത്തൊരു ജോബ് ലഭിച്ചാൽ ഇൻകം മാത്രമല്ല മറ്റു പല ഘടകങ്ങളും പരിഗണിച്ച ശേഷമാണ് ജോലി നമ്മൾ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ഒരു കുടുംബത്തിനുള്ള ഫെസിലിറ്റീസ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇവയെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. കുടുംബത്തിനുള്ള ഫെസിലിറ്റീസ്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇവയെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇൻ അതർ കേസ് എ ജോബ് മേ ഗിവ് യു ലെസ് പേ ബട്ട് മേ ഓഫർ റെഗുലർ എംപ്ലോയ്മെൻറ്റ് ദാറ്റ് എൻഹാൻസ് യുവർ സെൻസ് ഓഫ് സെക്യൂരിറ്റി. അല്ലേ, ഒരു ജോലി സ്ഥിരമായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ സെക്യൂരിറ്റീനെയാണ് ഉയർത്തുന്നത്. നമുക്ക് മന്ത്ലി ഒരു ഇൻകം കിട്ടാനുണ്ട്, നമുക്കൊരു പ്രതീക്ഷയാണത്. ചിലപ്പോൾ ലെസ് പേ ഉള്ള ജോലി ആയാലും റെഗുലർ എംപ്ലോയ്മെൻറ്റ് ഉണ്ടായാൽ അത് ജോബ് എന്ത് ചെയ്യും?
ജോബ് സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ആ ജോലി സ്വീകരിക്കും. സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട നോൺ മെറ്റീരിയൽ ഗോളാണ്. ദാറ്റ്സ് വൈ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ മെറ്റീരിയൽ ഗോളാണ്, ഓർത്ത് വയ്ക്കുക. ദെൻ മറ്റൊരു ജോലി ഹൈ പേ നൽകാം, പക്ഷേ ജോബ് സെക്യൂരിറ്റി ഇല്ലായിരിക്കാം, കുടുംബത്തിനായി സമയം ലഭിക്കാതിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ജോലി പൊതുവെ വിട്ടുകളയാനാണ് സാധ്യത. പിന്നെന്താണ്, ഇത്തരം ജോലി സെക്യൂരിറ്റിയെയും ഫ്രീഡത്തിനെയും കുറയ്ക്കും. അതിനാൽ ഇൻകം മാത്രം ഡെവലപ്മെൻ്റ് അല്ല. ദെൻ മിക്സഡ് ഗോൾസ് ആൻഡ് വുമൺ എംപവർമെൻറ്റ്. മിക്സഡ് ഗോൾസും വുമൺ എംപവർമെൻറ്റിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് മിക്സഡ് ഗോൾസും വുമണിൻ്റെ കേസും പറയുന്നത്? അതായത് സിമിലർലി ഫോർ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ലുക്ക് അറ്റ് എ മിക്സഡ് ഗോൾസ്. ആളുകൾ സിമിലർലി ഫോർ ഡെവലപ്മെൻറ്റ് പീപ്പിൾ ലുക്ക് അറ്റ് എന്ത് മിക്സഡ് ഗോൾസ്. എന്തൊക്കെയാണ് മിക്സഡ് ഗോൾസ് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഇഫ് വുമൺ ആർ എൻഗേജ്ഡ് ഇൻ പെയ്ഡ് വർക്ക് ദ ഡിഗ്നിറ്റി ഇൻ ദി ഹൗസ് ഹോൾഡ് ആൻഡ് സൊസൈറ്റി ഇൻക്രീസസ്. ഒരു സ്ത്രീക്ക് പെയ്ഡ് വർക്ക് ചെയ്യുമ്പോൾ സമൂഹത്തിലും അവരുടെ ഡിഗ്നിറ്റി വർദ്ധിക്കുന്നു. ഇതൊരു തരത്തിലുള്ള വുമൺ എംപവർമെൻ്റ് ആണ്. ഇതൊരു തരത്തിലുള്ള വുമൺ എംപവർമെൻ്റ് ആണ്. ദെൻ സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് വർക്ക് കൂടുതൽ പങ്കിടപ്പെടും. അതായത് എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലെ പണി മുഴുവനായിട്ട് ചെയ്യേണ്ടി വരില്ല. ആ ജോലി എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. സ്ത്രീകൾ വീടിന് പുറത്ത് ജോലി ചെയ്യുന്നത് സമൂഹം കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ സ്ത്രീകൾക്ക് വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും ഒരു സേഫ് ആൻഡ് സെക്യൂർ എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ സേഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നതൊക്കെ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിസിനസ്സുകൾ ആരംഭിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഡെവലപ്മെൻറ്റൽ ഗോൾസ് ബെറ്റർ ഇൻകം മാത്രമല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഇൻക്ലൂഡ് ചെയ്ത് പറയുവാണ്, ഡെവലപ്മെൻറ്റൽ ഗോൾസ് എന്ന് പറയുന്നത് ബെറ്റർ ഇൻകം മാത്രമല്ല, ഫ്രീഡം, സെക്യൂരിറ്റി, ഡിഗ്നിറ്റി, ഈക്വാലിറ്റി പോലുള്ള മറ്റു പ്രധാന കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, വൈ ഡിഫറെൻറ്റ് നോഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ലൈഫ് സിറ്റുവേഷൻ ഉള്ളതിനാൽ അവരുടെ നോഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് വ്യത്യസ്തമാണ്. ഓക്കെ, ദെൻ ഡിഫറെൻറ്റ് ഗോൾസ് വേഴ്സസ് കോൺഫ്ലിക്റ്റിംഗ് ഗോൾസ് എന്നുള്ള ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കേണ്ടതും ആണ്. പിന്നെന്താ, നാഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വൈ ഡു ഡിഫറെൻറ്റ് പേഴ്സൺസ്. നിങ്ങൾ ആ ലെറ്റ്സ് വർക്ക് ദീസ് ഔട്ട് എന്നുള്ളത് ചെയ്യുക. ഇനി എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ്? നമുക്ക് നാഷണൽ ഡെവലപ്മെൻറ്റ് വേഗം ഒന്ന് നോക്കി പോകാം. നാഷണൽ ഡെവലപ്മെൻറ്റ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പെർ ക്യാപിറ്റ ഇൻകം. ഇനി വരുന്ന പാർട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കുക. ഇതിൽ ആ ടേബിൾ CBSE ക്വസ്റ്റ്യൻസിനെ മസ്റ്റായിട്ട് ചോദിക്കാറുണ്ട്. ആ ടേബിൾ നിങ്ങൾ പഠിക്കണം. പിന്നെ ഈ പറയുന്ന നോൺ മെറ്റീരിയൽ അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ ഫാക്ടേഴ്സും നോൺ മെഷറബിൾ ഫാക്ടേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നന്നായിട്ട് പഠിക്കേണ്ടതുമാണ്. ഇനി എന്താണ് നാഷണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കാം. ഇഫ് ആസ് വി ഹാവ് സീൻ അബൌവ് ഇൻഡിവിജ്വൽ seek different goals, then notion or national development is also likely to be different. Discuss among yourselves on what in India should do for development. ഇന്ത്യ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. എന്താണ്, വ്യക്തികൾക്ക് വ്യത്യസ്ത ഗോൾസ് ഉണ്ടെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നതിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളും വ്യത്യസ്തമായിരിക്കും. രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വ്യത്യസ്തവും കോൺഫ്ലിക്റ്റിങ്ങുമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകും. ഓക്കെ, എല്ലാ ഡെവലപ്മെൻറ്റ് ഐഡിയാസും ഒരുപോലെ പ്രധാനമാണോ എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ഫെയർ ആൻഡ് ജസ്റ്റായ വികസന പാത എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുമാണ്. ഒരു ഡെവലപ്മെൻറ്റ് ഐഡിയ ലാർജ് നമ്പർ ഓഫ് പീപ്പിളിനെ സഹായിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് മാത്രമാണോ ഡെവലപ്മെൻറ്റ് ഐഡിയ എന്നത് നമ്മൾ ഓർക്കണം. ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് പേഴ്സൺസ് കുഡ് ഹാവ് ഡിഫറെൻറ്റ് ആസ് വെൽ ആസ് കോൺഫ്ലിക്റ്റിംഗ് നോഷൻ ഡെവലപ്മെൻറ്റ് കൺട്രീസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഹൗവർ ക്യാൻ ഓൾ ദി ഐഡിയാസ് ബി കൺസിഡേർഡ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ഓർ. അതായത് എന്താ പറയുക, രാജ്യത്തിൻ്റെ വികസനം എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലൊരിക്കലും CBSE ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ജോബ് മേ പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, വൈ എന്ന്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ നോൺ മെറ്റീരിയൽ ആൻഡ് വൺ നോൺ മെറ്റീരിയൽ ഗോൾ ഇൻവോൾവ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്തിട്ട് അതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പഠിക്കേണ്ടതുമാണ്. ഈ പറഞ്ഞ ഭാഗത്ത് നിന്ന് തന്നെ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് 2-3 ഇമേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹെഡിങ് ഡിസ്കസ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ഇത് 2 സിറ്റുവേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് ചർച്ച ചെയ്യുക. എന്തൊക്കെയാണത് നോക്കിയേ. അത് നമ്മുടെ ഒരു തിങ്കിങ് ബേസ്ഡ് കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ CBSE ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. ഓക്കെ, വലതുവശത്തുള്ള ചിത്രം നോക്കുക. ഈ പ്രദേശത്തിന് എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ഗോൾ ആവശ്യമെന്ന് ചിന്തിക്കുക. ഒരു കെട്ടിടമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കുറേ കെട്ടിടങ്ങൾ അല്ലേ, ചെറിയ സ്ലംസ് ആയിരിക്കാം അവിടെ ഉണ്ട്. ഇവിടെ അതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട്. വെസൽ ഡംപ്ഡ് 500 tons ഓഫ് ലിക്വിഡ് ടോക്സിക് വേസ്റ്റ് ഇൻ ടു ഓപ്പൺ എയർ ഡംപ്സ് ഇൻ സിറ്റി ആൻഡ് ഇൻ ദി സറൗണ്ടിങ് സീ. ഓക്കെ, അവിടെ ഒരു സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത്. എന്താ, ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് സിറ്റി ആൻഡ് ദി സറൗണ്ടിങ് ഏരിയ. ദിസ് ഹാപ്പൻഡ് ഇൻ ദ സിറ്റി കോൾഡ് എന്താ, അബിജാൻ ഇൻ ഐവറി കോസ്റ്റ്, കൺട്രി ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഒരു കൺട്രിയുടെ ഒരു കോസ്റ്റിൻ്റെ തീരത്തുള്ള ഒരു സ്ഥലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. The films from the highly toxic waste caused nausea, skin rashes, fainting, diarrhea. After a month, 7 persons were dead, 20 in hospital, and 26,000 treated for a symptoms of poisoning. A multinational company dealing in petroleum and metals had contracted a local company of the Ivory Coast to dispose the toxic waste from its ship. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ആ സ്റ്റോറിയിൽ നിന്ന് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് ആ സ്റ്റോറിയിൽ നിന്ന് എന്തപ്പോൾ മനസ്സിലായത്? ആ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്, ഉയർന്ന കെട്ടിടങ്ങളുള്ള പ്രദേശത്തിനരികിൽ ചെറിയ വീടുകളും സ്ലംസ് ഏരിയയും കാണാം. ഇവിടെ എല്ലാവർക്കും പ്രോപ്പർ ഹൗസിങ്, അവരുടെ ഡെവലപ്മെൻറ്റൽ ഗോൾസ് എന്തായിരിക്കും? പ്രോപ്പർ ഹൗസിങ്, ബേസിക് എന്താണ്, ക്ലീൻ വാട്ടർ, സാനിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെയാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഒരു എന്ത് വന്നു? ഐവറി കോസ്റ്റ് എന്ന രാജ്യത്തിൻ്റെ നടന്ന കഥ എന്താണ്? അവിടെ ഒരു മൾട്ടിനാഷണൽ കമ്പനി വരികയാണ്. മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഹൈ ടോക്സിക് വേസ്റ്റിൽ നിന്ന് ഛർദ്ദിക്കാനായിട്ട് അല്ലെങ്കിൽ സ്കിൻ റാഷസ് എന്നിവയൊക്കെ ഉണ്ടായിട്ട് ഹെൽത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായി. ഒരു മാസം കഴിഞ്ഞപ്പോൾ 7 പേരവിടെ മരിക്കുകയും 20 പേര് ഹോസ്പിറ്റലിലാവുകയും 26,000 ട്രീറ്റ് ചെയ്യപ്പെടുകയാണ്. സിംറ്റംസ് കൊണ്ട്, പോയിസണിങ് സിംറ്റംസ് കൊണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടായത്? പെട്രോളിയം ആൻഡ് മെറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി വിഷമാലിന്യം നീക്കം ചെയ്യാനായിട്ട് ഐവറി കോസ്റ്റിലെ ഒരു ലോക്കൽ കമ്പനീനെ കരാറിൽ ഏൽപ്പിക്കുകയാണ്. ആരാണ് ഈ സംഭവത്തിലെ ബെനിഫിറ്റ് എടുക്കുന്നത്? ഈ സംഭവത്തിലെ ബെനിഫിറ്റ് കിട്ടുന്നത് കമ്പനിക്കാണ്. ആരാണ് സഫർ ചെയ്യുന്നത്? സഫർ ചെയ്യുന്നത് അവിടെ താമസിക്കുന്ന ലോക്കൽ ജനങ്ങളാണ്. അവർക്ക് ദിവസവും അസുഖവും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. വൈ ഷുഡ് ബി ദ ഡെവലപ്മെൻറ്റൽ ഗോൾ ഫോർ ദിസ് കൺട്രി? എന്താണ്, എന്തുകൊണ്ട്, അല്ലെങ്കിൽ വൈ ഷുഡ് ബി ദ, ഈ രാജ്യത്തിന് എന്താകണം ഡെവലപ്മെൻറ്റൽ ഗോള് എന്നാണ് ചോദ്യം. എന്തായിരിക്കണം ഈ രാജ്യത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ ഗോള്? നിങ്ങൾ പറയും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതും? നിങ്ങൾ ബ്രീഫായിട്ട് ഇപ്പോൾ പറഞ്ഞു തരാം, നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിക്കോളൂ. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സ്ട്രിക്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ലോ, പബ്ലിക് ഹെൽത്ത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി. ഇതൊക്കെ ആയിരിക്കണം ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ വാട്ട് ക്യാൻ ബി സം ഓഫ് ദ ഡെവലപ്മെൻറ്റൽ ഗോൾ ഫോർ യുവർ വില്ലേജ്, ടൗൺ ഓർ ലൊക്കാലിറ്റി? നിങ്ങളുടെ ഗ്രാമം, നഗരം, പ്രദേശം എന്നിവയ്ക്ക് എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ഗോൾസ്? ഓക്കെ, ഇത്രയും ഭാഗം. നെക്സ്റ്റ് ആക്ടിവിറ്റി 1 നോക്കുവാണെങ്കിൽ, ഇഫ് ഈവൻ ദി ഐഡിയ ഓഫ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി വേരിഡ് ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് എന്ന് തുറന്നില്ല. അതായത് ഡെവലപ്മെൻ്റ് എന്ന ആശയം തന്നെ വ്യത്യസ്തവും കോൺഫ്ലിക്റ്റിങ്ങും ആയിരിക്കാമെങ്കിൽ എന്ത് ചെയ്യും? വികസനം നേടാനുള്ള വേസ് ഓഫ് ഡെവലപ്മെൻറ്റും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ, അല്ലെങ്കിൽ അതൊരു സ്വാഭാവികമാണ് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കോൺട്രവേഴ്സീസ് നിങ്ങൾക്കറിയാമെങ്കിൽ വ്യത്യസ്ത ആളുകൾ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, താങ്ക് യു.